സാർ, അറബ് നാട്ടിൽ നിന്ന് കേരളത്തിലേക്ക് എത്തിയ ഒരു ഭക്ഷ്യവസ്തുവാണ് ഷവർമ. ഷവർമ നല്ല രുചിയെല്ലാമാണ് കഴിക്കാൻ. പക്ഷെ അതുകൊണ്ട് പല ഭക്ഷ്യവിഷബാധ വന്ന് കേരളത്തിൽ തന്നെ കുറേ പേർ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ ഭക്ഷ്യവകുപ്പ് വലിയ പരിശോധനയെല്ലാം അതിൻ്റെ ഭാഗമായി നടത്തിയിരുന്നു. ഇപ്പോൾ എന്താണ് അതിൻ്റെ സ്ഥിതി എന്താണ്? ഇപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് വാർത്തകളെല്ലാം വരുന്നുണ്ടല്ലോ. ഈ ഷവർമ കഴിച്ചാൽ മരിക്കണമെന്നില്ല കേട്ടോ, അങ്ങനെയല്ല. ഷവർമ ഈ പഴകിയ മാംസം, വേവാത്ത മാംസം, ഇതൊക്കെ ഇതിനകത്ത് ഉണ്ടാകും. അതാണ് ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാരണം. കേരളത്തിൽ നിരവധി ഇടങ്ങളിൽ ഈ ഷവർമ കഴിച്ച് വളരെ ദാരുണമായ അന്ത്യം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം നഗരഹൃദയത്തിൽ തന്നെ ഒരു കട ഏറെക്കാലം അടച്ചിട്ടിരിക്കുകയായിരുന്നു, അതിൻ്റെ ഓണറെ പിടിച്ച് ജയിലിലൊക്കെ ഇട്ട്. അതുപോലെ കേരളത്തിൻ്റെ വടക്ക് 2022 കാസർഗോഡ് ഒരു പെൺകുട്ടി ഷവർമ കഴിച്ച് മരിച്ചു. ആ കുട്ടിയുടെ അമ്മ കോടതിയിൽ പരാതിപ്പെട്ടതിൻ്റെ അനുസരിച്ചാണ് ഇപ്പോൾ കോടതിയുടെ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ ഉണ്ടായിരുന്നതാണ്, അത് പക്ഷെ നടപ്പിലാക്കാതെ ഇരിക്കുകയായിരുന്നു. ഇപ്പോൾ ദേവൻ രാമചന്ദ്രൻ അതിനകത്ത് ഒന്നുകൂടി ഇടപെട്ടിട്ട് ഉത്തരവ് കർശനമായി നടപ്പാക്കണമെന്ന് പറഞ്ഞിരിക്കുക. അതായത് ഷവർമ ഉണ്ടാക്കിയ തീയതിയും സമയവും രേഖപ്പെടുത്തണമെന്ന്. കാരണം പഴകിയത് ഇതിനകത്ത് കടയുടെ മുന്നിൽ ഈ ഷവർമ വിൽപ്പനയുടെ മുമ്പിൽ അതുണ്ടാക്കിയ തീയതി, സമയം, അതിനകത്തൊക്കെ എത്ര കൃത്യത കാണിക്കുമെന്നുള്ളതിനെ പറ്റി നമുക്ക് അറിയത്തില്ല. തീയതിയും സമയവും ഒക്കെ കൃത്യമായിട്ട് കാണിച്ചാൽ പോരെ. വൈകുന്നേരങ്ങളിലെ ഒരു ഭക്ഷണമാണിത്. വൈകുന്നേരങ്ങളിലാണ് ഈ തെരുവുകളിലെ ഈ ശവക്കൂമ്പാരം പോലെ ഇങ്ങനെ കാണാം റോഡിന്റെ ഇരുവശവും. എന്നാൽ എനിക്ക് തോന്നുന്നു കോടതി ഇടപെടേണ്ടതായ വേറെ ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഇവിടുത്തെ ഭക്ഷ്യവകുപ്പ് എന്ന് പറയുന്നവന്മാർ ഇതിനകത്ത് ഇടപെടുന്നേ ഇല്ല കേട്ടോ. അവര് പോയി എനിക്ക് തോന്നുന്നു മൂക്കറ്റം തിന്നിട്ട് എഴുന്നേറ്റ് പോവുകയാണ്. എന്തെങ്കിലും സംഭവം ഉണ്ടാകുമ്പോൾ ചാടി വീഴും. ഭക്ഷ്യവകുപ്പ് മറ്റേത് ചെയ്തു മറിച്ച് ചെയ്തു എന്നിട്ട് മാധ്യമങ്ങളെ കാണിക്കാൻ, എന്നിട്ട് അത് പിടിച്ചെടുത്താലോ. നഗരഹൃദയത്തിലെ ഒരു ഹോട്ടലിൽ നിന്ന് ഈ ഹോട്ടലിന്റെ പേര് വെളിപ്പെടുത്തണം. ഇവൻ ഇനി മേലാൽ ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ കച്ചവടം ചെയ്യരുത് എന്നുള്ള രീതിയിലാക്കണം. പിന്നെ ഈ ഷവർമ എന്ന് പറയുന്ന സംഗതി, ഇത് അറേബ്യൻ ഭക്ഷണമാണെന്ന് ഇപ്പൊ ശ്രീത് പറഞ്ഞല്ലോ. ആയിക്കോട്ടെ, നമ്മളൊക്കെ കഴിക്കുന്ന ഇപ്പൊ അതൊക്കെയാണ്, അറേബ്യനും ചൈനീസ് ഫുഡും ഇങ്ങനത്തെ ഒരു രീതിയായി. അല്ലാതെ ഇവിടുത്തെ കാച്ചിലും ചേമ്പും ഒക്കെയാണോ നമ്മൾ കഴിച്ചു കിടക്കുന്നത്? അല്ല. ഈ ഷവർമയൊക്കെ ഇങ്ങനെ റോഡ് സൈഡിൽ വെച്ചിരുന്ന് ഇങ്ങനെ ഉണ്ടാക്കും, തുറന്ന് നിർത്തിയിരിക്കുക. നമുക്കറിയാമല്ലോ, കാറ്റടിച്ച് ഈ പൊടി മുഴുവൻ ഇതിലോട്ടല്ലേ തങ്ങുന്നത്. ഇതിനെ ഒരു ഗ്ലാസ് കൊണ്ട് മറയ്ക്കണം എന്നുള്ള ഒരു ഉത്തരവ് ഇന്നേ കാലത്ത് വന്നിട്ടുമില്ല. കോടതിയും അതിനകത്ത് ഇടപെട്ടിട്ടില്ല, ഭക്ഷ്യവകുപ്പും ഇതിനകത്ത് ആവശ്യപ്പെട്ടിട്ടില്ല. അപൂർവം ചില ഹോട്ടലുകളിൽ അല്പം ഒരു സ്റ്റാർ ലെവലുള്ള ഹോട്ടലിൽ ഞാൻ കണ്ടിട്ടുണ്ട്, അവര് ഒരു ഗ്ലാസ് മറയുണ്ട്. ഇവിടെ അല്ലാതെ നോക്കിക്കോ ശ്രീത്, വൈകുന്നേരം ഇറങ്ങി നോക്കിക്കോ. ഇത് കഴിക്കാൻ ചെല്ലുന്നവർ പോലും ഇതിനോ പറ്റി ഒന്നും ചോദിക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഏറ്റവും വലിയ ചോദിക്കാതിരിക്കുന്നത് തന്നെ എന്തിന്റെ പേരിലാണ് നമ്മൾ മടിക്കുന്നത് എന്നുള്ളതാണ്. കഴിക്കുന്നവനത് ചോദിക്കണം, ഇത് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. അത് ഷവർമ മാത്രമല്ല, ഈ നമ്മുടെ കേരളത്തിൽ മുഴുവൻ ഈ തട്ടുകടകളുണ്ടല്ലോ, ചായയും വടകളും ഒക്കെ. വടയൊക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഇത് മുഴുവൻ തുറന്നാ വെച്ചിരിക്കുന്നത്, പൊടിയടിച്ചും ഈ വാഹനങ്ങളിൽ നിന്നുള്ള പുക എല്ലാം കൂടി ഇങ്ങോട്ട് വരുന്ന കണ്ടില്ലയോ. ഇത് മുഴുവൻ വാങ്ങി അതും പോയിട്ട് അതിൽ ഈച്ചിരിക്കുമ്പോ അതിനെ തട്ടി മാറ്റി അതും ഉണ്ടാകും. ഇത് എന്താ അപ്പൊ ഇത് നല്ല വൃത്തിയുള്ള അന്തരീക്ഷത്തിലാണ്. ഞാൻ വേറൊരു കാര്യം പറയാം. ഈ റെയിൽവേയില്, നമ്മുടെ റെയിൽവേയില് ഈ അതിലൊക്കെ ചായ വട ഒക്കെ കൊണ്ടുവരുമല്ലോ. അതിൽ വലിയ ശുചിത്വമൊന്നുമില്ലെന്നൊക്കെ പലരും അവകാശപ്പെടുന്നുണ്ട്. പക്ഷെ ദീർഘദൂര യാത്രയൊക്കെ വരുന്ന സമയത്ത് നമുക്കൊക്കെ ചായയും വടയും കഴിക്കണം. അതുകൊണ്ട് അതിനെ ആശ്രയിച്ചേ പറ്റുകയുള്ളൂ. ഈ ട്രേ ഇങ്ങനെ വെച്ചിട്ട് ഇവരിങ്ങനെ അത് അടച്ചിട്ടൊന്നുമില്ല, വടയും പറഞ്ഞ് വിളിച്ചോണ്ട് പോകും. ഇവരുടെ ഈ ഉമിനീര് മുഴുവൻ ഇതിനകത്താണ് വീഴുന്നത്. തുപ്പൽ വടയാകും അവസാനം. ഞാനിപ്പോ തുപ്പൽ വട പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പറയാം അത് നിങ്ങൾ ഹലാൽ പറയുകയാണ്. അതല്ല, ഈ വട ഇത് ഞാൻ കണ്ടതാണ്. ട്രെയിനിൽ നിരന്തരം സ്ഥിരം യാത്ര ചെയ്യുന്നവരെ ഒരു വ്യക്തി ഒരു പോസ്റ്റ് ഇട്ടത് ഞാൻ കണ്ടതാണ്. അപ്പൊ ഇന്ത്യൻ റെയിൽവേയിൽ തുപ്പൽ വടയുണ്ട് എന്നുള്ളതാണ്. ഇതിനൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചോദ്യം ചെയ്യണം. ഭക്ഷണം കഴിക്കുന്നവർ
നഗരത്തിലെ എല്ലാ ഇടങ്ങളിലും ഇത്തരത്തില് ഈ ഷവർമയും അതുപോലുള്ള ഈ മാംസ ആഹാരമൊക്കെ കെട്ടിത്തൂക്കിയങ്ങിട്ട് നമ്മൾ നമ്മൾ ചോദ്യം ചെയ്താൽ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു ഭക്ഷ്യവകുപ്പിന് പരാതി നൽകുക, പരാതി നൽകുക. പക്ഷെ അവർ അനങ്ങുന്നില്ല. ശരിക്കും ഇനി ഒരു ബോർഡ് വയ്ക്കണം. ഭക്ഷ്യവകുപ്പിന്റെ ഫോൺ നമ്പറും കൂടെ എല്ലാ ഹോട്ടലുകളിലും പ്രദർശിപ്പിക്കണം. പരാതി ഉണ്ടെങ്കിൽ അതിലേക്ക് വിളിച്ചറിയിക്കണം. ഇപ്പൊ ഏതിനും മൊബൈൽ എടുത്ത് വീഡിയോ എടുത്ത് അത് അങ്ങോട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഇടുന്ന സ്വഭാവം ഉണ്ടല്ലോ. അത് മാത്രം ഇട്ടുകൊണ്ട് ചിലപ്പോൾ ആ കടയുടെ ഒരു പക്ഷെ റേറ്റിംഗ് കുറയുമായിരിക്കാം. പക്ഷെ ഇത് ഭക്ഷ്യവകുപ്പിനെ അറിയിച്ച് ഇത് ഈ ഷവർമയൊക്കെ വിൽക്കുന്നിടത്ത്, ഷവർമ എന്നല്ല ഭക്ഷണ സാധനം വിൽക്കുന്നിടത്ത് ഇത് നിർബന്ധമാക്കണം. ഇത് ആ ഒരു ഗ്ലാസ് ഇടണം. ഷവർമ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടാലാണ് അതിൽ നിന്ന് മുറിച്ചെടുക്കുന്നത്. പിന്നെ അതുപോലെ ഈ ഫുഡ് ഇൻഡസ്ട്രി മുഴുവൻ ആൾക്കാരെ മാസ്ക് ധരിക്കണം. ഇപ്പൊ ഈ തുപ്പൽ വടയൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒന്ന്, ആ ട്രേ മൂടി വെക്കുന്നില്ല, പിന്നെ മാസ്കുമില്ല. ഇത് രണ്ടും ചെയ്താൽ എന്താ കുഴപ്പം? ഇങ്ങനെ ചെയ്യുന്നിടങ്ങളിൽ എനിക്ക് തോന്നുന്നു ആൾക്കാർ ഭക്ഷണം കഴിക്കാനായിട്ട് ആൾക്കാർ എത്തും. ഇത് അപ്പൊ ചോദിക്കും, ഈ വടയൊക്കെ മൂടി വെച്ചല്ല, ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളത് ഉണ്ടല്ലോ, അതിൽ കൂടി അവർക്ക് എന്ത് വടയാണ്, ഉഴുന്ന് വടയാണോ പരിപ്പ് വടയാണോ എന്നൊക്കെ ഉള്ളത് അവർക്ക് നോക്കാം. കടകളിലും അത് പറ്റും. ചില തട്ടുകടകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ, നന്നായി കവർ ചെയ്ത് പൊടിയടിക്കാത്ത രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതാ ശുചിത്വ ബോധമുള്ള കച്ചവടക്കാരനാണ്. അല്ലാതുള്ളവരെന്ന് പറഞ്ഞാൽ ഇതിനെ ഒന്നും ചെയ്യുന്നില്ല, പോയി വാങ്ങി കഴിക്കുകയും ചെയ്യുന്നു. നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ പോലെ ഈച്ചയും ഒക്കെ ഉണ്ട്. ഈ ഫുഡ് ഇൻഡസ്ട്രിയിൽ മാസ്ക് നിർബന്ധമാക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അപ്പൊ ഇത് ഇവിടെ കോടതി കോവിഡ് കാലത്ത് നടപ്പിലാക്കിയിട്ടുണ്ടല്ലോ, അതങ്ങ് പിന്തുടരും. കോവിഡ് കാലത്ത് അത് കോവിഡ് കഴിഞ്ഞപ്പോൾ എല്ലാവരും മാസ്ക് ഒക്കെ ഉപേക്ഷിച്ചില്ലേ. ഇപ്പൊ നമ്മളൊക്കെ ആശുപത്രികളിൽ പോകുന്നു, പനിയോ എന്തെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളോ ഉണ്ടാകും പോകുന്നു, നമ്മൾ അതിനകത്ത് കയറുമ്പോൾ മാസ്ക് വയ്ക്കണം. ഹോസ്പിറ്റലിനകത്ത് നമ്മൾ പലയിടങ്ങളിലൊക്കെ ചിലർ ഒന്നാമത്തെ നിലയിലോട്ട് പോകും, അതിൻ്റെ കൈവരിയിലൊക്കെ പിടിച്ചാണ് പോകും. നമ്മൾ സാനിറ്റൈസ് ഉപയോഗിക്കണം. പലതരത്തിലുള്ള അസുഖമുള്ളവരാണ് അവിടെ കയറി ഇറങ്ങുന്നത്, പലതരത്തിൽ. അത് നമുക്കറിയത്തില്ല. ഹോസ്പിറ്റല്, ഫുഡ് ഇൻഡസ്ട്രി, ഇതൊക്കെ മാസ്ക് ധരിക്കണം. ഫുഡ് ഇൻഡസ്ട്രിയിൽ ഈ ഭക്ഷണം വിളമ്പുന്നവരും അകത്ത് പാചകം ചെയ്യുന്നവരും, അതുപോലെ ഹോസ്പിറ്റലിൽ മാസ്ക് ധരിക്കണമെന്നുള്ളത് നിർബന്ധമാക്കണം. അവിടെ സെക്യൂരിറ്റി ഇല്ലാത്തവരെ അങ്ങോട്ട് കടത്തിവിടരുത്. കൂട്ടിരിപ്പുകാരായാലും രോഗിയായാലും മാസ്ക് നിർബന്ധമാക്കണം. അത് ഒരു ശീലമാക്കണം. നമ്മളെല്ലാവരും വിചാരിച്ചു കോവിഡ് കഴിഞ്ഞാലും ആരും മാസ്ക് ഒക്കെ ഒന്നും വലിച്ചു ഊരി എറിയത്തില്ല എന്ന്. എല്ലാവരും വലിച്ചു ഊരി പഴയതുപോലെ എറിഞ്ഞു നടക്കുകയാണ്. പക്ഷെ ചില മേഖലകളിൽ ആവശ്യമാണെന്നുള്ളതാണ്. ഇപ്പം ഇവിടെ കോടതി ഇടപെട്ടത് എന്തുകൊണ്ടും കറക്റ്റായ കാര്യമാണ്. എനിക്ക് തോന്നുന്നു ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോടതി സ്വമേധയാ ചില നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കാറുണ്ട്. അക്കൂട്ടത്തിൽ ഇതും കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും നന്നായിരിക്കും. ഷവർമ കച്ചവടം ചെയ്യുന്ന എന്ത് നമ്മൾ ആലോചിച്ച് നോക്കി. കേരളത്തിൻ്റെ തെക്കേയറ്റം മുതൽ വടക്കേയറ്റം വരെ യാത്ര ചെയ്ത് വൈകുന്നേരങ്ങളിൽ ഈ ചുടുകാട്ടില്ലേ, ഈ പിന്നെ വിറക് കൊണ്ട് ബോഡി ദഹിപ്പിക്കുന്ന മാതിരിയാണ് ഇതിങ്ങനെ രണ്ട് സൈഡിലും. നമ്മൾ കേരളത്തിന്റെ സംസ്കാരമായി മാറിയിട്ടുണ്ട്. കേരളത്തിന്റെ സംസ്കാരമാണ് അറേബ്യൻ ഫുഡിലേക്കുള്ള മാറ്റം. അതെ, അത് റോഡിന്റെ ഇരുവശങ്ങളിലും. അത് ആയിക്കോട്ടെ, കച്ചവടം ചെയ്യണം, ഉപജീവനമാണ്. പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ആരോഗ്യ പ്രശ്നമേ ഉണ്ടാക്കത്തുള്ളൂ. ഡോക്ടർമാർ പറയാറുണ്ടല്ലോ, അത് കഴിക്കരുത്, ഇത് കഴിക്കരുത് എന്നൊക്കെ. നമുക്ക് ചില സമയങ്ങളിൽ കഴിക്കേണ്ടി വരും, ചില സമയങ്ങളിൽ അല്ലാതെ നമുക്ക് കഴിക്കാം. നിരന്തരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യം നമുക്കൊന്നും പറയാനില്ലെന്നുള്ള. അപ്പൊ ശുചിത്വത്തിന്റെ കാര്യത്തിനകത്ത് ഭക്ഷ്യവകുപ്പ് ഇടപെട്ടില്ലെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ എന്തിനാ വകുപ്പ് പ്രവർത്തിക്കുന്നത്? അടച്ചുപൂട്ടി പോവുക. യുവമാരെല്ലാം ചെന്ന് കടകളിൽ ചെന്ന് മൂക്ക് മുട്ട തിന്നിറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവനെ ഒട്ടി നിന്ന് പോകും. വീട്ടിലേക്ക് വേണമെങ്കിൽ പാഴ്സലും വാങ്ങിച്ചുകൊണ്ടു പോകും. ഇതാണ് ചെയ്യുന്നത്.